ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ തുടക്കമിടുന്നത് മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന്റെ പുതിയ അധ്യായം കൂടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ ആക്രമണ വിവരം പുറത്തു വന്നതോടെ ഇത് സ്വതന്ത്രമായൊരു അറ്റാക്കാണ്, ആക്രമണമാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ അങ്ങനെയല്ല, ആക്രമണം അമേരിക്കയുടെ അറിവോടെയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൌസ് വക്താവ് തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പേര് വെളിപ്പെടുത്തുന്നില്ല എങ്കിലും വൈറ്റ് ഹൌസ് വക്താവ് ആ ഒരു വിഷയം അറിയിച്ചിട്ടുണ്ട്, ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സഹകരണത്തോടെ അല്ലെങ്കിൽ സഹായത്തോടെ തന്നെയാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. VK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. സുഹൈൽ, ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നത് അതുതന്നെയാണ്. അമേരിക്ക എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇത്രയും ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ ആ ഒരു സഹായമില്ലാതെ ഇങ്ങനെ ഒരു ആക്രമണം അത് ഇസ്രായേലിന് സാധ്യമാവില്ലായിരുന്നല്ലോ. തീർച്ചയായും നമ്മൾ തുടക്കം മുതലേ പറയുന്നത് പോലെ തന്നെ അമേരിക്കയുടെ ഒരു അനുവാദത്തോടെയും സമ്മതത്തോടെയും ആശീർവാദത്തോടെയും തന്നെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. AFPയുടെ റിപ്പോർട്ട് അനുസരിച്ച് വൈറ്റ് ഹൗസിലെ തന്നെ വൃത്തങ്ങൾ ഇക്കാര്യം സമ്മതിക്കുന്നു. പേര് പറയാൻ മടിക്കുന്ന വൈറ്റ് ഹൗസിലെ വൃത്തങ്ങൾ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് AFP ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അമേരിക്ക പൂർണ്ണമായും നെതന്യാഹുവിന് വഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വഴങ്ങലിന് വലിയ ചരിത്ര പ്രാധാന്യവും അതേപോലെ തന്നെ വലിയ പ്രത്യാഘാതവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മിഡിൽ ഈസ്റ്റിനെ അമേരിക്കക്ക് കൈവിടേണ്ട ഒരു സാഹചര്യം വന്നിരിക്കും എന്നുള്ളതാണ് ഈ ഒരു നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിനെ പൂർണ്ണമായും പിടിക്കുക എന്നുള്ളതാണ് അമേരിക്ക പല കാലങ്ങളിലായി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് വളരെ മർമ്മപ്രധാനമായ വിഷയങ്ങളിലെങ്കിലും GCC രാഷ്ട്രങ്ങളുടെ കൂടെ നിൽക്കുക, അവരെ ചൊടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് കാലങ്ങളായി അമേരിക്ക ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തെ തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ആക്രമണം എന്ന് പറയുന്നത് ഹമാസിന് നേരെയുള്ള ആക്രമണമല്ല, അത് ഖത്തറിന് നേരെയുള്ള ആക്രമണമാണ്. ഖത്തറിൻ്റെ സോവറിനിറ്റിക്ക് നേരെയുള്ള, പരമാധികാരത്തിന് നേരെയുള്ള, അവരുടെ അഖണ്ഡതയ്ക്ക് നേരെയുള്ള ഒരു ആക്രമണമാണ്. അത് അമേരിക്ക കൂടി പങ്കാളിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ GCC രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയോടുകൂടെ തന്നെ കാണേണ്ടി വരും. കാരണം ഈ ആക്രമണം ഏത് സമയത്തും അമേരിക്ക ഈ രാജ്യങ്ങളിലേക്ക് നേരെ നടത്താം. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയുമായും ഇസ്രായേലുമായും കൈകോർക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം ഉണ്ടാകേണ്ടി വരും. ആ അർത്ഥത്തിൽ അമേരിക്ക ഇത് കുറേ സമയമായി ഈ ഒരു ആക്രമണം നടന്നിട്ട് ഇത്ര നേരം അമേരിക്ക ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്ത സന്ദർഭത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് വൈറ്റ് ഹൗസ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളത്. അതിപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. മറുഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് വിരുദ്ധമായിട്ടാണ്. ഇപ്പോൾ നെതന്യാഹു പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം നെതന്യാഹു പറഞ്ഞത് ഇത് ഇസ്രായേൽ മാത്രം പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ്. അതിന് വേറെ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ ജെറുസലേം അറ്റാക്കിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് എന്നെല്ലാം ഇപ്പോൾ നെതന്യാഹു പറയുന്നുവെങ്കിലും അതെല്ലാം കള്ളമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തന്നെയാണ് സുഹൈലി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ജെറുസലേം അറ്റാക്കിൽ 6 പേർ കൊല്ലപ്പെടുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ അറിയിച്ചതുമാണ്. അപ്പോൾ അതിന്റെ ഒരു ബാക്കിപത്രമായി ഇതിനെ നമുക്ക് കാണാൻ കഴിയുമോ?